ഹലോ ഗായ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഓംലേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഓംലേറ്റിന്റെ റെസിപ്പീസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ കുരുമുളകൊക്കെ വേണം. നമുക്ക് കുരുമുളകൊക്കെ നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ മുട്ട, ഉള്ളി, പച്ചമുളക്. നമുക്കപ്പോൾ മുട്ട പൊട്ടിക്കാം. മുട്ട ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ടയുടെ തോട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഇടണം. മുഴുവൻ ഇട്ടോ? അടുത്തതായി നമുക്ക് ഉപ്പിടണം. അത് ഉപ്പല്ല ഗൈസ്, പഞ്ചസാരയാണ് ഗൈസ്. ഉപ്പ് ഇതാ ഇവിടെ, ഇവിടെ ഇതാ. തുറക്കാൻ പറ്റുന്നില്ല കഴിച്ചത്. എന്താ അവസ്ഥ? തുറക്ക്. ഉപ്പ് കുറച്ചിട്ടാ മതിയേ. ഒരു തുള്ളി. എടാ, അത് ഉപ്പായിട്ട് തിന്നാൻ പറ്റൂല. ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഉപ്പ് ഫസ്റ്റ് കൂട്ടി വെക്കാം. കുരുമുളക് പൊടി എല്ലാം തുറന്നു പോകും. ഞാൻ ഇത്ര കുരുമുളകാണ് ഇടുന്നത്. ഇത് നമുക്ക് കൂട്ടി വെക്കാം ഗൈസ്. നമുക്ക് മിക്സ് ചെയ്യാം ഗൈസ്. കുറച്ച് മിക്സ് ചെയ്തിട്ട് വേണം കുരുമുളക് പൊടി ഇടാൻ. അടുത്തത് ആയി നമുക്ക് അടുപ്പ് കത്തിക്കാം. പാൻ എടുത്ത് പൊന്തിക്ക്. എന്ത് പറ്റി ഗൈസ്? കത്തില്ല. അത് കത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എണ്ണ തേക്കാം. എണ്ണ തേക്കാനാ? തലയില? പിന്നെയോ? കുറച്ച് മതി മോനെ. പിന്നെ ഒരു അരക്കുന്ന സാധനം ഉണ്ടായിരുന്നു, അതേ വീഡിയോ നമുക്ക് നോക്കാം. ആ സാധനം കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഫസ്റ്റ് എണ്ണ ചൂടാവാൻ നിൽക്കാം. കുറച്ച് സമയം കാത്തു നിൽക്കാം. പാൻ ചൂടാവുന്നുണ്ട്. നമുക്ക് ബാക്കി കുറച്ചും കൂടി മിക്സ് ചെയ്യാം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടും. ഏട്ടന് ഓംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. അത് തരാം മോന്. വേഗം നോക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ക്യാമറമാൻ കാണിച്ചു കൊടുത്തോളൂ. ഒഴിക്കാം. ചൂടായി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനൊക്കെ ഒരു മിനിറ്റ് ഇത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഈ പാന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കാം. എണ്ണയൊക്കെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം. നല്ലോണം പൊന്തി വരുന്നുണ്ട്. നാളെ ഇത് അടച്ചു വയ്ക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ നാളെയും റെസിപ്പി ചെയ്യുന്നതാണ്. കാത്തു നിൽക്കാം ഇതാവുന്നത് വരെ. മോന് വെള്ളം തരാം. നാളെ നമ്മൾ ദോശയാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. വെച്ചിട്ടുണ്ട്. വാവ്,
റെഡിയാവാൻ കുറച്ചു സമയം കൂടി എടുക്കും. റെഡിയായി കരിഞ്ഞ മുട്ട ഓംലെറ്റ് ആവുമേ പിന്നെ. നമുക്കിതിലേക്ക് മറിച്ചിടാം. തന്നെയാണ് നമ്മൾ ഇടുന്നത് ഓംലെറ്റ് ആയത്. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ടേസ്റ്റ് നോക്കാം. സൂപ്പർ ഗൈസ്. നമുക്ക് ക്യാമറാമാനൊക്കെ കൊടുക്കാം. ക്യാമറാമാൻ കൊടുത്തിട്ടുണ്ട്. ഉപ്പാടാ കുഴപ്പമില്ല. ഇത് നമ്മുടെ ഡാനിയന് കൊടുക്കാം. ചെപ്പിക്കളഞ്ഞിന് നമുക്ക് ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് വരാം. എല്ലാരും ഉറങ്ങി. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ചാച്ചാ.